ഹലോ ഗൈസ്, നമുക്ക് ഒരു കല്യാണത്തിന് പോകാൻ റെഡിയായാലോ? ആദ്യം ഹെയർ സെറ്റ് ചെയ്യണം, അതാണ് ടാസ്ക്. ഈ ഫ്രണ്ടിൽ കുറച്ച് മുടി ഞാൻ വെട്ടിയിട്ടിട്ടുണ്ട്, അതിനെ പുറത്ത് വരാണ്ട് വേണം തല കെട്ടാൻ. അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്ത് എങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ചെയ്യണം എന്നൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ കെട്ടുന്നത് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സ്റ്റൈലാണ്. എൻ്റെ മനസ്സിൽ ഒരു ലുക്കുണ്ട്, ആ ലുക്കിലോട്ട് എത്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്ക് ആ ലുക്കിൽ എത്തിക്കണം, അതാണ് ടാസ്ക്. ഓക്കെ, അങ്ങനെ ഞാൻ ഇങ്ങനെ രണ്ട് സൈഡൊക്കെ വെച്ച് നമ്മുടെ സ്ലൈഡൊക്കെ വെച്ച് ക്ലിപ്പ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തു. ഇനി അടുത്ത് മേക്കപ്പ് ചെയ്യണം. എനിക്ക് വലുതായിട്ട് മേക്കപ്പ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, എങ്കിലും യൂട്യൂബിലൊക്കെ കണ്ടതുപോലെ ഫസ്റ്റ് ടോണർ അടിച്ചു, എന്നിട്ട് അന്ന് ഇതാവാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്രൈമർ. ഇതൊക്കെ ഞാൻ നേരത്തെ വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. എനിക്ക് ഇടാൻ അറിയില്ലെങ്കിലും യൂട്യൂബ് നോക്കി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കും, ഇതുപോലത്തെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ. അങ്ങനെ പ്രൈമർ ഞാനിങ്ങനെ ഡോട്ടായിട്ടിട്ട്, പക്ഷേ എനിക്ക് പ്രൈമർ ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് ഇങ്ങനെ അബ്സോർബ് ആവുന്നൊരു ടൈപ്പാണ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ, വാസലിൻ്റെ ഒരു മോയ്സ്ചറൈസർ, ഒരു പിങ്ക് കളറിലിരിക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇതെനിക്ക് എൻ്റെ സിസ്റ്റർ വാങ്ങി തന്നെയാണ്. ഇതിൻ്റെ തന്നെ ഒരു ക്രീമൊക്കെ എനിക്ക് സിസ്റ്റർ വാങ്ങി തന്നതാണ്. അങ്ങനെ ഇതിട്ടോ, ഏതാണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി അവസാനത്തെ ലുക്ക് എങ്ങനെ ഇരിക്കുമെന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ സഹിക്കുക, അത്രയേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഒരു സൺ പ്രൊട്ടക്ട് ക്രീം. അതിനിടയ്ക്ക് എൻ്റെ അനിയത്തി വന്നു, പക്ഷേ അവൾ റെഡിയായി. ഞാൻ 4 മണിക്ക് എണീറ്റ് റെഡി ആവാൻ നിന്ന ഞാനാണ്, പക്ഷേ എന്തോ ലേറ്റായിപ്പോയി. എല്ലാവരും റെഡിയായി, അവൾ സാരി കൊടുത്ത് സെറ്റായിട്ട് വന്നപ്പോൾ ഞാനിവിടെ മേക്കപ്പ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അങ്ങനെ അവളുടെ വായിരിക്കുന്നതൊക്കെ കേട്ടിട്ട് ഞാൻ കുറച്ച് കളർ കറക്റ്ററൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നു. ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഫൗണ്ടേഷൻ വാരി ഇങ്ങനെ ഡോട്ടായിട്ട് മുഖത്തേക്കിട്ടാണ്. ഇത് എങ്ങനെ അവസാനിക്കുന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ, ഒരു നല്ല പേടിയുണ്ട് ഇതൊക്കെ ഇട്ടപ്പോൾ. ഇതൊന്നും വേണ്ടാന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണ് എൻ്റെ അടുത്ത്, പക്ഷെ ഞാൻ കേട്ടില്ല, അതാണ്. പിന്നെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന ഇങ്ങനെയാണോ ഇടുന്നതെന്നൊന്നും അറിഞ്ഞൂടെ. ഞാൻ എല്ലാവരും ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇടുമ്പോൾ ഞാൻ മറ്റേ തല കുത്തനെയൊക്കെ മേക്കപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് അങ്ങനെ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല. പിന്നെ സ്റ്റുഡിയോയിൽ നിന്ന് ഞാനൊരു ബ്ലഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബ്ലഷ് 2 കവളിൽ ഇങ്ങനെ ചിരിക്കുമ്പം ഇത്തിരി ചുവന്നിരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ 2 കവളിലും ബ്ലഷൊക്കെ ഇട്ട് ഇപ്പോൾ ഏതാണ്ട് സുന്ദരിയായെന്ന് തോന്നുന്നു. അതിൻ്റെ പുറത്തൂടെ കുറച്ച് കോമ്പാക്റ്റ് പൗഡർ ഇതിൻ്റെ പുറത്തൂടെ ഇടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ ഇടും കേട്ടോ. എന്നിട്ട് പിന്നെ ഈ ഇട്ട പൗഡറിനെ തന്നെ തൂത്ത് കളയും. അത് എൻ്റെ ഒരു ശീലമാണ്, പണ്ട് മുതലേ ഉള്ള ശീലം. സാധാരണ എന്തെങ്കിലും തുണിയെടുത്ത് തുടയ്ക്കുകയാണ് പതിവ്. പിന്നെ ഇത് വീഡിയോ ഒക്കെ എടുക്കുന്നില്ല, ഒരു ഗുമ്മിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഞാൻ ശരിക്കും ചെയ്യണത് കേട്ടോ. അത് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ ശരിക്കും എങ്ങനെയാണ് ഒരുങ്ങുന്നതെന്ന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു മറ്റേ മേക്കപ്പ് ഫിക്സർ സ്പ്രേ ഉണ്ടല്ലോ, അതടിച്ചു. എല്ലാവരും ലാസ്റ്റ് അടിക്കുന്ന സാധനം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ അടിച്ചൊക്കെ കൊടുക്കാറുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് അടിച്ച് കൊടുക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അടുത്തത് നമുക്ക് കണ്ണെഴുതുന്നതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിച്ചെഴുതിയില്ലെങ്കിൽ ഒരു കണ്ണ് വേറെ രീതിയിലും മറുകണ്ണ് വേറെ രീതിയിലും ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം കണ്ണെഴുതാൻ. അങ്ങനെ ഐലൈനറൊക്കെ ഇട്ടു, കാജലൊക്കെ വരച്ചു. ഏതാണ്ട് 2 കണ്ണ് ഒരുപോലെ ആയെന്ന് തോന്നുന്നു. വാലിനൊക്കെ ഏതോ വളവും ചരിവൊക്കെ വന്നു, എങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ലിപ്പ് ലൈനർ വാങ്ങാം. ലിപ്പ് ലൈനർ ഇടാം. എപ്പോഴും വാങ്ങുന്ന കാര്യം മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ. ലിപ്പ് ലൈനർ ഇടാം. ലിപ്പ് ലൈനർ ഞാൻ ഫസ്റ്റ് ടൈമാണ് സത്യം പറഞ്ഞാൽ ലിപ്പ് ലൈനർ ഇടുന്നത് ഈ ഒരു കല്യാണത്തിന്. ഇന്ന് വരെ ലിപ്പ് ലൈനർ വാങ്ങിയിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് അലർജി വരും. മാഴ്സിൻ്റെയൊക്കെ ലിപ്പ് ലൈനർ ഞാൻ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ പെട്ടെന്ന് എനിക്ക് അലർജി വരും, അത് ചുണ്ടൊക്കെ എങ്ങനെ തടിച്ച് വരും. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ ഏതാണ്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, കാരണം കറണ്ടില്ലാന്ന് തോന്നുന്നു, അതാണ്. നല്ല വിയർക്കുന്നുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ മേക്കപ്പൊക്കെ ഏതാണ്ട് കംപ്ലീറ്റായി. ഇതാണ് എൻ്റെ മേക്കപ്പ്. ഇനി നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ട് വരാം. ഓക്കേ, അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് ഇനി അടുത്ത ടാസ്ക് പൂ വയ്ക്കാം. പൂവ് ഒറിജിനൽ കിട്ടിയില്ല, ഒറിജിനലിന് ഭയങ്കര വില. അതുകൊണ്ട് ഞാനത് ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് ഡാൻസിനൊക്കെ വാങ്ങി വെച്ച് പൂവാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉപയോഗം വേണമല്ലോ, കണ്ട തുമ്പിലും മുത്തൊക്കെ തൂങ്ങിക്കിടക്കണം, അതങ്ങനെ തന്നെ. അതൊക്കെ മറച്ച് വയ്ക്കുക എന്നതാണ് ഏറ്റവും വലിയ സംഭവം. അങ്ങനെ പിന്നും ഒക്കെ വെച്ച് ഇത് എല്ലാം കൂടെ ഇങ്ങനെ മറച്ച്
സെറ്റ് ചെയ്യാണ്. പക്ഷെ സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് പൂവ് പുറത്ത് കാണില്ല. എനിക്ക് ബാക്ക് വശം എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, ഫ്രണ്ട് വശമല്ലേ എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ പൂവ് എന്തോ കുറഞ്ഞതുപോലെ ഫീൽ ചെയ്തു. അപ്പം ഞാൻ വീണ്ടും പൂ വെക്കാൻ വേണ്ടി തീരുമാനമായി. പിന്നെ നമ്മൾ ഭരതനാട്യത്തിനൊക്കെ വെക്കുന്ന പൂവില്ലേ, അതിനെടുത്ത് ഞാൻ ഇങ്ങനെ അടിയിൽ കൂടെ ഒരു ഇത് വെക്കാൻ, ഇത് വള്ളി കട്ട് ചെയ്ത് കളഞ്ഞാൽ ശരിയാവില്ല. അടുത്ത പ്രാവശ്യം പ്രോഗ്രാം വരുമ്പോഴത്തേക്ക് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് വള്ളിയൊന്നും കട്ട് ചെയ്യാണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞാനത് കെട്ടി പറക്കിയൊക്കെ വെച്ചു. ഇത് അഴിഞ്ഞു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറേ മാത്രം സ്ലൈഡ് തന്നെ ഞാൻ അതിൽ വെച്ചാൽ പിന്നെ സാധാ സ്ലൈഡും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കാണാൻ ഒരു ഭംഗി പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാനൊരു പച്ചക്കമ്മലെടുത്തു. പച്ചക്കമ്മൽ എനിക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ ഒരു ഗോൾഡൻ ജിമിക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജിമിക്ക്, അതെടുത്തു. ഇനി അടുത്തത് നെക്ലസ് ഇടണം. എല്ലാവരും റെഡിയായി, ഞാൻ മാത്രമേ ഉള്ളൂ ഇനി റെഡി ആവാനുള്ളത്. അയ്യോ, നെക്ലസ്സൊക്കെ ഞാനിനി എടുത്തിടണം. പോകുന്ന വഴിക്ക് കാറിലിരുന്നിരിക്കാൻ, പക്ഷേ എനിക്ക് പറ്റൂല, സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, അതാണ് സത്യം. ഓക്കെ, ഇനി നമുക്ക് പൂവിനൊരു മണം വേണ്ടേ. അങ്ങനെ ജാസ്മിൻ്റെ ഒരു പെർഫ്യൂം എൻ്റെ അനിയത്തി എടുത്ത് പറഞ്ഞ്, എൻ്റെ മാമയുടെ മോള് സൊലു എന്ന് വീട്ടിൽ വിളിക്കും, അലിയ എന്നാണ് പേര്. അങ്ങനെ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഇത്തിരി അടിച്ചാടിയിരുന്നു. അങ്ങനെ അവൾ പൂവിൽ ഇത് സ്പ്രേ ഒക്കെ അടിച്ചു തന്നു. പിന്നെ അടുത്ത് വള ഇടുകയാണ്. വള ഞാൻ ഗോൾഡായിട്ടുള്ള ഒരു സാധനം ഇട്ടില്ല, എല്ലാം ഇങ്ങനെ ഫാൻസി ഐറ്റംസ്. സാധാരണ ഏതെങ്കിലും കല്യാണത്തിനാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വലിച്ചു കയറിയിടും. ഇപ്രാവശ്യം ഞാൻ ഇച്ചിരി വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുപ്പി വള, അതിനിടയിൽ ഒരു ഗോൾഡൻ വള, അങ്ങനെയൊക്കെ ഇട്ട് വളയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് മണ്ഡപത്തിലേക്ക് എത്തി. അതിനിടയിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ലേറ്റ് ആയെങ്കിലും ഞങ്ങളെല്ലാവരും വരുന്നതിന് മുന്നേ തന്നെ എത്തി ഗൈസ്, അത്രയും സന്തോഷം. അങ്ങനെ പിന്നെ ചിക്കൻ വന്നു. പിന്നെ കല്യാണമൊക്കെ സെറ്റായിട്ട് നടന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുഞ്ഞമ്മയുടെ മോളുടെ കല്യാണമാണ്, കുഞ്ഞമ്മയുടെയും കൊച്ചപ്പാടെയും. ഇത് ഞങ്ങൾ കണ്ടോ, രമേശിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നു, പറഞ്ഞില്ലാത്തേണ്ടി. ഇത്രയും അടിപൊളിയായിട്ട് എല്ലാവരും ഒരുപോലെ നോക്കി പറക്കിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇവരാണ് ആദ്യം എടുത്തത്. എന്നിട്ട് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ തന്നെ എടുക്കണേ. അതുപോലെ തന്നെ എടുത്തെങ്കിലും ഈ സാരിയും ബ്ലൗസും ഒക്കെ ഇത്രയും അടിപൊളിയാക്കി തന്നത് ഞങ്ങളുടെ സജീത്തായാണ്. ഏതെങ്കിലും വീഡിയോയിൽ ഞങ്ങൾ സജീത്തായി കാണിക്കുന്നതാണ്. ഓക്കെ, അടുത്ത് ഞങ്ങൾ നേരെ പോകുന്നത് ഒരു യുദ്ധത്തിലേക്കാണ്. കണ്ടോ, ഇത്രയും തിരക്ക് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫുഡ് കഴിക്കാൻ നിൽക്കുന്നതാണ് ഗായ്സ്, നമ്മളും ഫുഡ് കഴിക്കാൻ നിൽക്കുന്നതാണ്. അങ്ങനെ ഇത്രയും തിരക്കിനിടയിൽ തള്ളി ഒന്തയൊക്കെയാണ് ഇച്ചിരി കഴിച്ചത്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇതാണ് നമ്മുടെ പെണ്ണിൻ്റെ ചേട്ടൻ, ഞങ്ങളുടെ അനിയൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി സ്ഥലം പോലും ബാക്കിയില്ലായിരുന്നു, അത്രമാത്രം തിരക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എന്താ പറയുക, വിശന്ന് ഉയിര് പോയി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ഗൈസ്. പിന്നെ ഫുഡ് കഴിച്ച വീഡിയോയൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഫുഡ് കണ്ടപ്പോഴത്തേക്ക് വീഡിയോയുടെ കാര്യം ഞാൻ സത്യമായിട്ടും മറന്നുപോയി, അതാണ് സത്യം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ വീണ്ടും ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ പെണ്ണ് പോകണം, പെണ്ണ് പയ്യൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു വിടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് നമ്മൾ പെണ്ണിനെ വിളിക്കാൻ പോകണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞങ്ങൾ കുഞ്ഞുമാടെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ബസ്സിലാണ് പെണ്ണെ വിളിക്കാൻ പോകുന്നത്, ടൂറിസ്റ്റ് ബസ്സിൽ. എന്തിനാണ്? ബസ്സിൽ കിടന്ന് തുള്ളാൻ വേണ്ടിയിട്ട്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഞാൻ ഇക്കായെ പോലും കൊണ്ടുപോയില്ല. അങ്ങനെ എല്ലാവരും കൂടെ കയറുകയാണ്. കയറി കഴിഞ്ഞിട്ട് നമ്മൾ പാട്ടിട്ടു ഗൈസ്, നിങ്ങൾ കാണൂ പാട്ടിട്ടത്. ഒരു കാര്യമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്ക് മാത്രമേ ഉള്ളൂ. ബസ്സിൽ ഞങ്ങൾ കയറിയതല്ലേ, ഞങ്ങൾക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ദേ അങ്ങോട്ട് നോക്കൂ. അങ്ങനെ നമ്മൾ 3 പേരും മാത്രം ഡാൻസ് കളിച്ച് വീടെത്തി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.